ഹലോ ഗായ്സ്, എല്ലാവർക്കും തന്നെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പോകുന്നൊരു ട്രാവലിംഗ് ഒരു യാത്രയൊന്നും അല്ല, അത്യാവശ്യമായ സ്ഥലത്തേക്കാണ് പോകുന്നത്. വേറെ ഒന്നുമല്ല, എൻ്റെ വർക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞ് വരുമ്പോഴാണ് പെട്ടെന്നൊരു ഫോൺ കോൾ വന്നത്. അത്യാവശ്യമായിട്ട് നമ്മുടെ എരുമൂര് ബ്രിഡ്ജിൻ്റെ അവിടെയായിട്ടൊരു വണ്ടി കംപ്ലൈൻ്റായി നിൽക്കുന്നു പറഞ്ഞു. ഒരു വോക്സ് വാഗൺ വണ്ടിയാണ്. അതിൻ്റെ ഒരു കംപ്ലൈൻറ്റ് കാരണം എന്നെ വിളിച്ചതാണ്. വിളിച്ച് വേറെ ഒന്നുമല്ല, നമ്മുടെ എറണാകുളത്തുള്ള ഒരു ചേട്ടനെ വിളിച്ചു. പുള്ളി മദ്രാസ് ചെന്നൈയിലുള്ള ഒരു ടീം അവർ ഇവിടെ പോയിട്ട് വരുമ്പോഴാണ് ഈ ബ്രേക്ക് ഡൗൺ ആയത്. ഹൈവേയിൽ വെച്ചായിരുന്നു. വളരെ അത്യാവശ്യമായി വന്നതുകൊണ്ട് ഞാൻ വണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ഉണ്ട് അതിൻ്റെ ബ്രേക്കിൻ്റെ സാധനം ഊരിപ്പോയിരിക്കുകയാണ്. അതിൻ്റെ ബോൾട്ടൊക്കെ അഴിഞ്ഞു പോയിരിക്കുകയായിരുന്നു. അവർ ഏതോ വർക്ക്ഷോപ്പിലൊക്കെ സെറ്റ് ചെയ്തിട്ട് വന്നതാണ്. വണ്ടി വഴിയിൽ പെട്ടു. വീൽ നട്ട് ഒന്നും ഇല്ലായിരുന്നു. വലിയൊരു അപകടം ഒഴിവായി. അങ്ങനെ ഒന്നും നോക്കിയില്ല. ഇട്ട ഡ്രസ്സോടുകൂടി ഞാൻ വണ്ടിൻ്റെ അടിയിൽ കയറി. ജാക്കി പോലും വെച്ചില്ല, അടിയിൽ നുഴഞ്ഞ് കയറി. പിന്നെ ഞാൻ ചെറിയൊരു മനുഷ്യനായതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അടിയിൽ പോയി നോക്കിയപ്പോൾ അതിൻ്റെ കാലുവറിൻ്റെ ബോൾട്ട് അഴിഞ്ഞു പോയിരിക്കുകയായിരുന്നു. അത് കൃത്യമായ രീതിയിൽ നമ്മൾ കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ച് നേരെ പാലക്കാട് വീണ്ടും റിട്ടേൺ പോയി. സമയം 11:15 ഇവിടെ എത്തി തിരിച്ച് ആ 2 ബോൾട്ടൊക്കെ അതിൽ ഫിറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് സമയമായി. കാരണം ഹൈവേ ആണ്. അതുവരെ നമുക്ക് കൂട്ടായി നമുക്ക് ഹെൽപ്പായും നമ്മുടെ ഹൈവേയിലെ കാര്യങ്ങളൊക്കെ ഡ്യൂട്ടി ചെയ്യുന്ന 3-4 ചേട്ടന്മാരുണ്ടായിരുന്നു. അവരാണ് നമുക്കെല്ലാ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. അതുപോലെ തന്നെ ആ വണ്ടിയുടെ കസ്റ്റമറിനും സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ തന്നെ കെയർ ചെയ്ത് അവിടെ സിഗ്നൽ ബോർഡൊക്കെ വെച്ച് വണ്ടികളെ വേർതിരിച്ച് വിട്ടൊക്കെയാണ് നമുക്ക് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് വണ്ടിയിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ നിങ്ങൾ ആ വണ്ടി ഒരിക്കലും ഓടിക്കരുത്. ദയവ് ചെയ്ത് സൈഡ് നിർത്തി ഒരു മെക്കാനിക്കലോ ഇല്ലെങ്കിൽ അറിയുന്ന ഒരാളെ വിളിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അല്ലെങ്കിൽ പണി കിട്ടും. വലിയൊരു അപകടമാണ് ഒഴിവായത് കേട്ടോ. അങ്ങനത്തെ ക്ലിയർ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് സമയമായി നമ്മുടെ. കാരണം ഞാൻ വീടെത്തേണ്ട സമയം കഴിഞ്ഞു. പിന്നെ എന്നെ കൂടുതലാരും അന്വേഷിക്കാത്തതുകൊണ്ട് എനിക്ക് വീട്ടിൽ എപ്പോൾ എത്തിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വണ്ടീൻ്റെ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. ആ വണ്ടി മൊത്തം ക്ലിയറായി ചെക്ക് ചെയ്ത് വീണ്ടും എൻ്റെ റൈറ്റ് സൈഡ് വീലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒടിച്ച് നോക്കി. ഇനി ആ സൈഡ് വല്ല കാലിബർ ബോൾട്ടോ എന്തെങ്കിലും അഴിഞ്ഞു പോയിട്ടുണ്ടോ എന്നൊക്കെ കൃത്യമായി ചെക്ക് ചെയ്ത് ഹൈവേ പെട്രോളിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ചേട്ടന്മാരുടെ സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ടാണ്. അപ്പോൾ അവർ വേണ്ട ഹെൽപ്പും കാര്യങ്ങളും നമ്മുടെ കൂടെ നിന്ന് ചെയ്തു തരുന്നുണ്ട്. അത് തന്നെ വലിയൊരു ഭാഗ്യം. നമുക്ക് റോഡിൽ വെച്ചൊരു അപകടം പറ്റുകയാണെങ്കിൽ തന്നെ നമ്മൾ ഒരിക്കലും പേടിക്കരുത്. ഹൈവേ ഡ്യൂട്ടിയിലുള്ള ആളുകളെ വിളിച്ചാൽ മതി. അത് റോഡ് സുരക്ഷാ വകുപ്പിൻ്റെ പ്രകാരം അവർ ഡ്യൂട്ടി 24 hours നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രശ്നമില്ല. അവർ വേണ്ട ഹെൽപ്പൊക്കെ നമുക്ക് ചെയ്തു.